വോയിസ് ഓഫ് ഗുരുവിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. ഞാൻ നന്ദന ദിലീപ്. ശ്രീനാരായണ പരമഗുരവേ നമഃ. ശ്രീ ശാരദാംബായേ നമഃ. ആചാര്യപാദങ്ങളിൽ പ്രണാമം. ഭഗവാന്റെ മധുരവാണികൾ ശ്രവിക്കുവാൻ ഭാഗ്യം ലഭിച്ച എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീത പ്രണാമം. ഗുരുദർശനത്തിൻ്റെ വെളിച്ചത്തിലൂടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സമ്പന്നമാക്കാൻ ഒരു ഉത്തമ വഴികാട്ടി. ഗുരുഭക്തിയിലൂടെ ശരിയായ അറിവ് എല്ലാവരിലും എത്തിക്കുക എന്ന ദൗത്യവുമായി മുന്നേറുന്ന ഗുരുസാഗരം ആധ്യാത്മിക കുടുംബമാസികയിലെ പംക്തികളെ പരിചയപ്പെടുത്തുകയാണ് വോയിസ് ഓഫ് ഗുരു എന്ന ഈ ചാനലിലൂടെ. വീഡിയോ മുഴുവനായി കാണുവാനും കേൾക്കുവാനും ശ്രദ്ധിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. വായിക്കുവാൻ സമയമില്ല എന്ന് പറയുന്നവർക്ക് വിശ്രമവേളകളിലും ജോലികൾക്കിടയിലും മാസിക വായിച്ചു കേൾക്കുവാൻ അവസരമൊരുക്കുകയാണ് ഇവിടെ. ഗുരുവിനെ സ്നേഹിച്ചും സേവിച്ചും പ്രാർത്ഥിച്ചും ഗുരുവിൻ്റെ വാക്കുകൾ പിന്തുടർന്നും നമുക്ക് നമ്മുടെ ജന്മം സഫലമാക്കാൻ സാധിക്കട്ടെ. ഇതിനൊക്കെ മനുഷ്യരെ പ്രാപ്തനാക്കാൻ സഹായിക്കുന്നതാണ് ഗുരുസാഗരം മാസിക. വായിക്കുക, വരിക്കാരാവുക. 600 രൂപ അടച്ചാൽ ഒരു വർഷത്തേക്ക് മാസിക തപാലിൽ ലഭിക്കും. 60 രൂപ അടച്ചാൽ സിംഗിൾ കോപ്പിയും ലഭിക്കും. പണമടയ്ക്കേണ്ട ഗൂഗിൾ പേ നമ്പർ 80 78 18 88 58. ശേഷം 62 82 31 92 94 എന്ന നമ്പറിലേക്ക് വിലാസം അയച്ചു തരിക. ഇനി ഇന്നത്തെ വിഷയം എന്താണെന്ന് നമുക്ക് നോക്കാം. ഗുരുസാഗരം മാസികയുടെ ചീഫ് എഡിറ്ററും ശ്രീനാരായണ ഗുരുവിദ്യാപീഠം ആചാര്യനുമായ ശ്രീ സജീവ് കൃഷ്ണൻ സർ എഴുതിയ 2025 ജൂലൈ ലക്കത്തിലെ മനുഷ്യത്വം പറയും കാടത്തം പ്രവർത്തിക്കും എന്ന എഡിറ്റോറിയലാണ് അവതരിപ്പിക്കുന്നത്. വായനയിലേക്ക് കടക്കാം. സ്വാമി വിവേകാനന്ദൻ ഒരിക്കൽ പറയുകയുണ്ടായി, ഇന്ത്യക്കാർ ധർമ്മമെന്നും സത്യമെന്നും മനുഷ്യത്വമെന്നുമൊക്കെ പറയും. യഥാർത്ഥത്തിൽ ഈ വാക്കുകളുടെ അർത്ഥമൊന്നും ആർക്കും അറിയാത്തതായിരിക്കുന്നു. കാലം കഴിഞ്ഞും നാം തിരിഞ്ഞു നോക്കുമ്പോൾ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ ഇടത്തു തന്നെയാണ് സമൂഹം നിലകൊള്ളുന്നത്. നോക്കൂ, ഒരു ദിവസം കുറഞ്ഞത് 10 തവണയെങ്കിലും നാം സത്യം, ധർമ്മം, മനുഷ്യത്വം എന്നീ വാക്കുകൾ കേൾക്കാറുണ്ട്. പറയുന്നവർ തന്നെ അതിനൊക്കെ വിരുദ്ധമായി പ്രവർത്തിക്കുന്നത് കാണുകയും ചെയ്യാറുണ്ട്. എന്തുകൊണ്ടാണ് ആധുനിക മനുഷ്യർക്ക് സത്യം, ധർമ്മം, നീതി എന്നിവയെ സ്വന്തം പ്രകൃതത്തിൽ സൂക്ഷിക്കാനാവാതെ പോകുന്നത്? എന്തുകൊണ്ടാണ് എല്ലാവരും ഈ മൂല്യവത്തായ വാക്കുകൾ പറയുകയും പ്രവൃത്തിയിൽ നിന്നും അകറ്റി നിർത്തുകയും ചെയ്യുന്നത്? അതിന് ഒരേയൊരു ഉത്തരമേ ഉള്ളൂ: സഹജ സ്നേഹത്തിൻ്റെ അഭാവം. സ്നേഹം സഹജമായി ഉദിക്കാൻ ഒരു നേരാം വഴി ഉപദേശിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. നന്ദി എന്ന വികാരത്തിൽ നിന്നാണ് സ്നേഹം ഉദിക്കുന്നത്. ആരോടുള്ള നന്ദി? ദൈവത്തോടുള്ള നന്ദി. എന്തിന് ദൈവത്തിനോട് നന്ദി പറയണം? അതിന് ദൈവം എന്നൊന്നുണ്ടോ? ഇതാണ് അഹന്താപൂർവം മനുഷ്യൻ ചോദിക്കുന്ന ചോദ്യം. അതിനുള്ള ഉത്തരമാണ് ഗുരുവിൻ്റെ പിണ്ഡനന്ദി എന്ന കൃതി. ഗർഭത്തിൽ വച്ചു ഭഗവാനടി എൻ്റെ പിണ്ഡം, ഇപ്പേരുമൻപൊടു വളർത്ത കൃപാലുവല്ലി, കൽപ്പിച്ച പോലെ വരുമെന്നു നനച്ചു കണ്ടേട്ടർപ്പിച്ചിടുന്നടിയനൊക്കെയുമങ്ങു ശംഭോ. നാം ഓർമ്മകളുടെ അടിവേരു പരതിയാൽ പോലും കിട്ടാത്ത ഒരു കാലമുണ്ട്. അത് ഗർഭത്തിൽ ഇന്നലെ രാത്രി അമ്മയുടെ അണ്ഡവുമായി അച്ഛൻ്റെ ബീജം ചേർന്ന് നമ്മുടെ ആദിരൂപമായ പിണ്ഡം രൂപപ്പെട്ട നിമിഷമാണ്. അതിനെക്കുറിച്ച് നമുക്കൊരു ഓർമ്മയും ഉണ്ടാവില്ല. ആ 4-5 മാസം ഒരുപോൽ നയനങ്ങൾ വച്ച്
കാലൻ്റെ കയ്യിലണയാതെ ആരാണ് നമ്മെ രൂപപ്പെടുത്തി പൂർണ്ണനാക്കി അമ്മയിൽ നിന്ന് പുറത്തു ചാടിച്ചത്? അമ്മയുടെയും അച്ഛൻ്റെയും ഉറക്കം കെടുത്തിയ ശൈശവം വിട്ട് ബാല്യത്തിലെത്തിയപ്പോഴാണ് നമുക്ക് ഓർത്തിരിക്കാനും ഓർത്തു വയ്ക്കുവാനുമുള്ള കഴിവ് കിട്ടിയത്. നമ്മളൊരാൾ ഉള്ളിൽ കിളിർത്തത് മാതാവും പിതാവും അറിഞ്ഞതെന്നാണ്? 1-2 മാസം കഴിഞ്ഞ് മാസമുറ നിലയ്ക്കുമ്പോൾ ഒരു ഡോക്ടറുടെ സഹായത്താലാണ് അവർ അറിയുന്നത്. അവിടെ നാം ഒരാൾ ഭൂമിയിൽ പിറക്കാൻ കാരണമായി ആ പിണ്ഡത്തെ അവിടെ ഇരുത്തി കണ്ണിമയ്ക്കാതെ കാരുണ്യത്തോടെ പരിപാലിച്ചു വളർത്തിയ ആ അദൃശ്യതയെയാണ് ദൈവം എന്ന് വിളിക്കുന്നത്. നമ്മുടെ യഥാർത്ഥ കാരണവർ അഥവാ താതൻ ദൈവമാണ്. നാം ജനിച്ച ശേഷം പലരും അത്യാപത്തിലും അത്യാവശ്യ ഘട്ടത്തിലും സഹായിച്ചിട്ടുണ്ടാവാം. നമ്മോടൊപ്പം ഒരുപാട് പേർ നിലകൊള്ളുന്നുമുണ്ടാവാം. പക്ഷേ അതൊക്കെ നമുക്ക് രൂപവും ഭാവവും നാമവുമൊക്കെ വന്നതിന് ശേഷമാണ്. അതൊന്നുമില്ലാത്ത ഇങ്ങനെയൊരു ജീവിയെ ലോകത്താരും അറിയാത്ത കാലത്ത് അതിനെ അൻപൊടു വളർത്തിയ ആ കൃപാലുവിനോടുള്ള നന്ദിയാണ് മനുഷ്യന് ആദ്യം ഉണ്ടാവേണ്ടത്. എൻ്റെ ജനനമടക്കം ഇപ്പോൾ വരെയുള്ള ജീവിതം എൻ്റെ നിശ്ചയമനുസരിച്ച് നടന്നതല്ല. അത് ദൈവം കൽപ്പിച്ച പോലെ സംഭവിച്ചതാണ്. അവൻ കൽപ്പിച്ചത്രയും കാലമേ എനിക്ക് ആയുസ്സുണ്ടാവൂ എന്നതും തിരിച്ചറിവാണ്. ആ തിരിച്ചറിവിൽ മനുഷ്യൻ്റെ അഹങ്കാരം ഒലിച്ചു പോവുകയും ദൈവത്തോടുള്ള നന്ദിയാൽ അവൻ ഭാരം നഷ്ടപ്പെട്ട് മനസ്സിനുടമയാവുകയും ചെയ്യും. ആ ദൈവനന്ദിയാണ് സഹജ സ്നേഹമായി പരിണമിക്കുന്നത്. അത് മാതാപിതാക്കളോടുള്ള നന്ദിയായി മാറുന്നു. അവരോടുള്ള സ്നേഹവും ആദരവുമായി മാറുന്നു. മാതാപിതാക്കളോടുള്ള സ്നേഹമാണ് സഹോദരങ്ങളോടുള്ള സ്നേഹമായി മാറുന്നത്. ഒരേ ഗർഭപാത്രത്തിൽ പിറന്നവർ എന്ന സ്നേഹം. ലോകം മുഴുവനുമുള്ള സമസ്ത ജീവികളും ഇതുപോലെ ദൈവത്തിൻ്റെ കാരുണ്യത്താൽ ജനിച്ചവരാണ്. അപ്പോൾ എല്ലാവരും നമുക്ക് ആത്മസഹോദരർ. അങ്ങനെയാണ് ലോകത്തെ മുഴുവൻ സ്നേഹിക്കാനുള്ള വഴി ഒരുവൻ്റെ ഉള്ളിൽ തുറക്കുന്നത്. അത് സമത്വത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും മനുഷ്യനെ നയിക്കും. ധർമ്മമെന്ത്, സത്യമെന്ത്, നീതിയെന്ത്, മനുഷ്യത്വമെന്ത് എന്നൊക്കെയുള്ള അന്വേഷണങ്ങൾ എല്ലാം തുടങ്ങുന്നത് പിണ്ഡാവസ്ഥയിലേക്ക് മടങ്ങിപ്പോയി ദൈവത്തിന് നന്ദി പറയുമ്പോഴാണ്. അപ്പോൾ ലോകം നല്ലതെന്നു കാണുന്ന ശീലങ്ങൾ ഒക്കെയും ദൈവനന്ദിയിൽ നിന്ന് നാം വിട്ട് വളരേണ്ടതാണ്. അങ്ങനെയൊരു വഴി മനുഷ്യൻ്റെ ജീവിത നന്മയിലേക്ക് തുറന്നിട്ടുകൊണ്ട് ഗുരു രചിച്ച ഈ ഔഷധകാവ്യം നിങ്ങൾ ആരെങ്കിലും സ്കൂൾ, കോളേജ് പാഠ്യപദ്ധതിയിൽ പഠിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ട് സത്യത്തെക്കുറിച്ചും ധർമ്മത്തെക്കുറിച്ചും മാനവിക മൂല്യങ്ങളെക്കുറിച്ചും നാഴികയ്ക്ക് 40 വട്ടം പുലമ്പുന്ന ഭരണകൂടം അത് ചെയ്തില്ല? ആട്ടെ, നമ്മെ ഭരിക്കുന്നവർ ആരെങ്കിലും ഗുരുവിൻ്റെ ഈ കൃതി വായിക്കുകയെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഉണ്ടാവില്ല. സ്വയം നശിച്ചും വരാനിരിക്കുന്ന തലമുറയെ നശിപ്പിച്ചും കൊണ്ടുള്ള ഭരണമാണ് ഇവിടെ നടക്കുന്നത്. വേണ്ടതൊന്നും ആരും കാണുന്നില്ല. എവിടെ വേണ്ടാത്തതുണ്ടാകുമോ അവിടേക്ക് പായുകയാണ് സമൂഹവും ഭരണകൂടവും. കാക്കയ്ക്ക് അഴുക്കു തോണ്ടാനാണ് ഇഷ്ടം. അതുപോലെയാണ് അഴുകിയ ചിന്തകളും അടിസ്ഥാനമില്ലാത്ത വികാരങ്ങളും വിളമ്പുന്നവർക്ക് ചുറ്റിനും സമൂഹം തടിച്ചുകൂടുന്നത്. അവർക്ക് ശരിയേത് തെറ്റേത് എന്ന് തിരിച്ചറിയാനാവാത്ത വിദ്യാഭ്യാസമാണ് വിദ്യാസമ്പന്നത കൊണ്ട് വീർപ്പ് മുട്ടുന്ന കേരളത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. പിണ്ഡനന്ദി എന്ന കാവ്യം രചിക്കപ്പെട്ടിട്ട് 140 വർഷത്തോളമായിട്ടുണ്ട്. ഇത്രയും കാലം അതവിടെ ഇരുന്ന് പൊടി പിടിക്കുമ്പോൾ ഇവിടെ മാനവ മൂല്യങ്ങൾ ഉറപ്പാക്കാൻ ഉന്മൂലനത്തിൻ്റെ വിപ്ലവം നടപ്പാക്കുകയായിരുന്നു. അതിൻ്റെ അനന്തരഫലമായിട്ടാണ് ഇന്ന് നവസമൂഹത്തിൽ കാണുന്ന അരാജകത്വം. എന്നിട്ടും ഒന്നും തിരിച്ചറിയാത്തവരായി നാം. ഗുരുവിൻ്റെ പിണ്ഡനന്ദി പോലെയുള്ള കൃതികൾ അവഗണിച്ച് നമ്മുടെ ഒരു സർവകലാശാല കുട്ടികളെ പഠിപ്പിക്കാൻ ഒരുങ്ങുന്നത് കഞ്ചാവിൻ്റെ ലഹരിയിൽ ഭ്രാന്ത് മൂത്ത് വിവരവും വിദ്യാഭ്യാസവുമില്ലാത്ത ഒരുവൻ വിളിച്ചു പറയുന്ന ജീവനില്ലാത്ത ഏച്ചുകെട്ടി വീർപ്പിച്ച ചിന്തകളാണ്. സൊമാലിയെക്കുറിച്ചും
പലസ്തീനെക്കുറിച്ചും ശ്രീലങ്കയെക്കുറിച്ചും മ്യാൻമറിനെക്കുറിച്ചുമൊക്കെ വായിച്ചറിവിൽ വിളിച്ചു പറയുന്ന ആലങ്കാരികമായ രോഷത്തിൻ്റെ വെറും വാക്കുകൾ കവിതയോ ഗദ്യമോ ആവില്ല. അതെങ്ങനെ പിന്നെ ഭാഷാ പഠനത്തിൻ്റെ ഭാഗമാക്കും? കാൽച്ചുവട്ടിൽ നമ്മുടെ ചവിട്ടേറ്റാൽ കരയാൻ പോലും ആകാതെ പിടയുന്ന ഉറുമ്പിനെക്കുറിച്ച് ചിന്തിക്കുന്നതാണ് കരുണ. ആ കരുണ കരുണാകരനിൽ നിന്നും ചോദിച്ചു വാങ്ങാൻ പഠിപ്പിച്ച ഗുരുവിൻ്റെ അനുകമ്പാദശകം കുട്ടികളെ പഠിപ്പിക്കാൻ ആരുണ്ടിവിടെ? ഒരർത്ഥവുമില്ലാത്ത വരികൾ കൊണ്ടുണ്ടാക്കിയ പാട്ടുകൾ സംഗീതത്തിൻ്റെയും ബാൻഡിൻ്റെയും മികവിൽ സൂപ്പർ ഹിറ്റുകളാകാറുണ്ട്. ജനമതൊക്കെ ആഘോഷിക്കാറുമുണ്ട്. എന്നാൽ ആ പാട്ടുകൾ ആരും പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താറില്ല. തലയ്ക്ക് വെളിവുള്ള ഏതെങ്കിലും പത്രാധിപർ ഇരിക്കുന്ന പ്രസിദ്ധീകരണത്തിന് അയച്ചാൽ നാലായിട്ടു കീറി ചവിറ്റുകൊട്ടയിൽ ഇടാവുന്നവയാണ് തുള്ളിയാർക്കുന്ന കുറേ ആൾക്കൂട്ടത്തെ കണ്ടിട്ട് ഒന്നു നോക്കാതെ പാഠ്യവസ്തുവാക്കി മാറ്റുന്നത്. അതിനേക്കാൾ ദ്രോഹമാണ് ഇതെന്തോ വിശേഷപ്പെട്ട കാവ്യമാണെന്നും ചരിത്ര വസ്തുവാണെന്നും ലവിങ് ലെജൻഡ് ആണെന്നുമൊക്കെ പറയുന്ന ചില അഭിനവ ബുദ്ധിജീവികളുടെ അണുപ്രസരണം. അതൊക്കെ കേട്ടപ്പോൾ കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദി സെയിൻറ്റ് എന്ന സിനിമയിലെ ഒരു ഭാഗം ഓർമ്മ വന്നത്. പത്മശ്രീ കാശു കൊടുത്തു വാങ്ങാൻ ഇറങ്ങിയ പ്രാഞ്ചിയേട്ടൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങി ഒരു ബിരുദനായ പണ്ഡിതൻ ഒരു ഉഗ്രൻ ജീവചരിത്രം തയ്യാറാക്കുന്നുണ്ട്. അത് കേട്ട് ഇതെന്നെക്കുറിച്ചാണോ പറയുന്നത് എന്ന് കഥാപുരുഷൻ തന്നെ അത്ഭുതം കൂറുന്നു. അടുത്ത കാലം വരെ നമ്മുടെ കുട്ടികൾ +2 കഴിഞ്ഞാൽ ജർമ്മനിക്ക് വിദ്യാഭ്യാസത്തിന് പോകുന്ന പ്രവണതയെ ഞങ്ങൾ എതിർത്തിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ സിലബസ് കാണുമ്പോൾ കുട്ടികളോട് പറയാനുള്ളത്, മക്കളെ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ കേരളം വിട്ടോളൂ എന്നാണ്. കാരണം ഇന്ന് ഇന്ത്യൻ ഫിലോസഫി നന്നായി പഠിപ്പിക്കുന്നത് വിദേശങ്ങളിലാണ്. അവിടെ ചെന്നെങ്കിലും അവർ നല്ല പാഠങ്ങൾ പഠിക്കട്ടെ. ഇതോടെ ഇന്നത്തെ വായന ഇവിടെ പൂർണ്ണമാകുന്നു. ഇത് നിങ്ങൾക്കിഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക. പുതിയ വിഷയങ്ങളുമായി അടുത്ത ബുധനാഴ്ച വീണ്ടും കാണാം. നമസ്തേ.